നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കണ്ട. ഇന്നലെ പറഞ്ഞ പോലെ ഗിരിയുടെ ശ്രദ്ധ നമ്മളുടെ മേലെ വീഴാൻ മാത്രമേ അത് സഹായിക്കൂ. അത് വേണ്ട. നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും അത് സേഫായി ചെയ്യണം. അങ്ങനെ നോക്കിയാൽ പ്രതികാരം ചെയ്യാൻ പറ്റൂ? എന്താ നിന്റെ പ്ലാൻ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. ഇവൻ എന്തിനുള്ള പുറപ്പാടാണാവോ? എന്തായാലും ഗിരിയുടെ ശ്രദ്ധ പിടിക്കാതിരിക്കാനുള്ള തീരുമാനം അവൻ എടുത്തല്ലോ, അത്രയും സമാധാനം. ഹോ, എന്താ പരിപാടി? ഇവളുടെ കോളേജിലെ സ്പോർട്സ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഇവള് നന്നായിട്ട് ബാഡ്മിന്റൺ കളിക്കും. ചെറിയൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് കരുതി. ആഹാ, അത് കൊള്ളാലോ. എന്നാലേ ഞാനും ഉണ്ട്. ഗിരിയേട്ടൻ കളിക്കുവോ? അതിപ്പോ മനസ്സിലാക്കി തരാം. നീയേ അപ്പുറത്ത് പോയിക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ടീം. ഓക്കെ. റെഡി? ഇച്ചിരി നീങ്ങി നിൽക്കുക. ഗിരിയേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. അതെ, ബാഡ്മിന്റണിലെ 2 തവണ ഞാൻ ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആയിരുന്നു. സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ ടച്ച് വിട്ടുപോയി. അതെ, നിനക്ക് താരതമ്യേന പൊക്കം കുറവാ. അതുകൊണ്ട് നിന്റെ എതിരാളികൾ അത് ഉപയോഗിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഷോട്ട് അടിച്ചാ അപ്പൊ തന്നെ തിരിച്ച് നടുക്ക് വന്ന് നിൽക്കണം. വെറുതെ നോക്കി വയ്ക്കാതെ പാടി. ആരോഗ്യത്തിന് ബാഡ്മിന്റൺ കളിക്കുന്നത് നല്ലതാ. പിന്നെ എനിക്ക് വേറെ പണിയില്ല. നിനക്ക് വേറെ എന്ത് പണിയാ ഉള്ളത്? ഈ പ്രായത്തിൽ തന്നെ നീ ഇത്രയും മടി കാണിക്കാൻ തുടങ്ങിയ കഷ്ടമാണ് കേട്ടോ. പോയി കളിച്ചോ മോളെ, എനിക്കൊന്നും വയ്യ. വേണ്ടാത്തവരെ എന്തിനാ നിർബന്ധിക്കുന്ന ഗിരിയേട്ടാ? സ്വപ്നേ, ബെസ്റ്റ്. പോകുന്നൊരു പോട്ടെ, നിങ്ങൾ കളിക്കേ. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ക്രിസ്മസ് ആഘോഷമൊക്കെ? ഗിരി, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അതിനെന്താ, അകത്തിരുന്ന് സംസാരിച്ചാ പോരെ? വേണ്ട, അമ്മ കേൾക്കണ്ടെന്ന് കരുതിയാ. എന്താടാ? ഞാൻ ഇന്നലെ ബാറിന്റെ മുന്നിൽ വെച്ച് ആ പീതാംബരനെ കണ്ടിരുന്നു. അയാളുമായിട്ട് നിനക്കെന്താ ഇടപാട്? അയാള് നിന്നോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അയാളോട്ട് ഒരു ഇടപാടുമില്ല. മഞ്ജുവിന്റെ അച്ഛനെ കൊന്നത് അയാളായതുകൊണ്ട് ഞാൻ അയാളെ പരമാവധി ഒഴിവാക്കി നടക്കുകയാണ് പതിവ്. അത്രേ ഉള്ളൂ. നീ എന്തിനാ അയാളെ പേടിക്കുന്നേ? എന്നാരും പറഞ്ഞു? അയാളല്ലേ ആള്.
നീ കണ്ടപ്പോ അയാള് ഫിറ്റ് ആയിരുന്നില്ലേ? അപ്പൊ അയാള് വായി തോന്നിയതൊക്കെ പറഞ്ഞു കാണും. ധൈര്യം ഉണ്ടെങ്കിലേ അയാളോട് ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ. അയാളുടെ മുട്ടടിക്കും. ഗിരി, നീ എത്ര വേണമെങ്കിലും അഭിനയിച്ചു, പക്ഷേ നിന്റെ മുഖം കണ്ടാലറിയാം നീ പറയുന്നതെല്ലാം നുണയാണെന്ന്. അയാളെ നിന്റെ മീതെ എങ്ങനെയാണ് അധികാരം സ്ഥാപിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ഞാൻ അറിയാതിരിക്കുന്ന നല്ലതെന്ന് നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുക. ആ, ഞാനിനി നിന്നോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കില്ല. നിനക്ക് പറയണമെന്ന് തോന്നുമ്പോൾ പറയാം. എടാ, ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടാതെ സൂക്ഷിക്കണം. ഗിരിയെ, നീ ഇതപ്പോ വന്നു? ആ ദേ ഇപ്പൊ വന്നേ ഉള്ളൂ. കേറി വാ. ആ. വാ മോനെ. ആ, ഓടാ. എടാ, വാ. ആ, ആ. ബാഡ്മിന്റൺ മത്സരത്തിന് പേര് കൊടുത്തിട്ടുള്ളവർ അരമണിക്കൂറിനകം കോർട്ടിൽ എത്തേണ്ടതാണ്. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാടി. മഹിമേ, ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂം ഉപയോഗിച്ചാൽ മതി, അവിടെ തിരക്കുറവാ. ആ ശരി. നീ ഇവിടെ എന്താ ആലോചിച്ചോണ്ട് നിൽക്കുക? അവൾക്ക് പണി കൊടുക്കണ്ടേ? ആ, വേണം വേണം. അതിന് നീ ഒരു സഹായം ചെയ്യണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാ വേഗം ചെന്ന് മഹിമയെ കണ്ട് കുറച്ചു നേരം അവളെ പിടിച്ചിരുത്തി സംസാരിക്കണം. ഞാനോ? ഒന്ന് പോടാ. അവക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അവളെന്റെ മോന്ത അടിച്ച് തിരിക്കും. അതൊന്നും സാരമില്ലടാ, ഒരു 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ. നിന്നെ കൊണ്ട് പറ്റും. എടാ. ദേ, അവൾ അങ്ങോട്ടാ പോയത്. വേഗം ചെല്ല്. ചെല്ല്. മഹിമേ, മഹിമേ, ഒന്ന് നിക്ക്. മഹിമേ, ഞാനൊന്ന് പറയട്ടെ, നിക്ക്. ഞാൻ പറയുന്ന കേക്ക്. മഹിമേ, അബി ചെയ്ത തെറ്റിന് നീ എന്തിനാ എന്നോട് മിണ്ടാ നടക്കുന്നത്? ബിബി, എന്റെ വഴിയിൽ നിന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. മഹിമേ, നിക്ക്. ഞാനൊന്ന് പറയട്ടെ. അബി വെറും വൃത്തികളാ കാണിച്ചതെന്ന് എനിക്കറിയാം.